അസമിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ സർവകലാശാല ആരംഭിക്കാൻ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ റെഡിയാവുകയാണ്. സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാത്തത് അനുവദിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. കോൺഗ്രസ് സർക്കാരിന്റെ നയമല്ല BJPക്കെന്നും ഹിമന്ത പറഞ്ഞു. ആദ്യം ഹിമന്ത ബിശ്വ ശർമ്മയുടെ വാക്കുകളിലേക്ക്. ইনষ্টিটিউট বহুত কমি যাব। কেৰালাৰ পৰা কেইবাখনো এতিয়া ইউনিভাৰ্চিটি আহিছে। বৰাক ভেলীত কেৰালাৰ পৰা অহা বৰপেটা আৰু বৰাক ভেলীত কেৰালাৰ পৰা কেইখনমান ইউনিভাৰ্চিটি ইয়াত খুলিব লাগি আছে আৰু গোটেই কেইখনৰ বেকগ্ৰাউণ্ডটো আমি চেক কৰিব সন্দেহজনক, কিন্তু অসমৰ আইনত চেক কৰাৰ ইয়াত কোনো প্ৰভিজন নাছিলে। সেইকাৰণে এতিয়া আমি সিকিউৰিটি ক্লিয়াৰেন্সটো আমি আমাৰ আইনত আমি আনি আছোঁ। মানে কেৰালাৰ পৰা 2-3খন ইউনিভাৰ্চিটি আহিছে, অসমত ইউনিভাৰ্চিটি পাতিব খুজিছে বৰপেটা আৰু বৰাক উপত্যকা, আৰু 2খন ইউনিভাৰ্চিটি হ'ব নালাগে বুলি মোক SBয়ে ৰিপৰ্ট দি আছে। কিন্তু আমাৰ আইনত ব্যৱস্থাই নাই যে SB ৰিপৰ্ট নোহোৱাকৈ আমি লাইচেন্স দিব নালাগে, সিকিউৰিটি ক্লিয়াৰেন্স ল'ব লাগে। সেই ব্যৱস্থাটো নোহোৱাৰ কাৰণে অসমত যোনে আহে সিয়ে ഇൻസ്റ്റിറ്റ്യൂട്ട് কৰিব পাৰে। ഗൗതമുണ്ടെന്ന് കരുതുന്നു. ഗൗതം, എന്തായാലും ഈ കേരളത്തിൽ ന്യൂനപക്ഷ പ്രകടനമൊക്കെ തന്നെ നടക്കും, പക്ഷെ അത് അസമിൽ നടക്കില്ല. കേരള സർക്കാരിന്റെ തീരുമാനം നടക്കില്ല എന്ന് തന്നെയല്ലേ അസം മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയത്? രജനി, അസാമിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സർവകലാശാലകൾ ആരംഭിക്കാൻ കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ വലിയ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സർവകലാശാലകൾ ആരംഭിക്കുന്നതിനെ ഒന്നും സർക്കാർ എതിർക്കുന്നില്ല, പക്ഷേ സെക്യൂരിറ്റി ക്ലിയറൻസ് എന്നത് നിർബന്ധമാണ്. ഈ സ്ഥാപനങ്ങളുടെ മുൻകാല ചരിത്രം, ഇവർക്ക് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടോ, ഇവർ ഇത്തരം സർവകലാശാല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നോക്കി ആരംഭിക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്, ഈ കാര്യങ്ങളിലെല്ലാം ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ് അനിവാര്യമാണെന്നാണ് അസം മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അതല്ലാതെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തെ പോലെ വെറുതെ വന്ന് ഏത് സ്ഥാപനവും തുടങ്ങിക്കളയാം എന്നൊരു ചിന്താഗതി വേണ്ട എന്ന ശക്തമായ താക്കീതാണിപ്പോൾ അസം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അടുത്ത കാലത്ത് അസാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് നമുക്കറിയാവുന്നതാണ്. അവിടുത്തെ മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വർധനമാണ്. പ്രത്യേകിച്ച് അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നും ഒരു കാലത്ത് അസാമിലേക്ക് നടന്നിട്ടുള്ള അനധികൃതമായ കുടിയേറ്റത്തെ തുടർന്ന് അവിടെ വ്യാപകമായി ഈ മുസ്ലിം ജനസംഖ്യ ഉയരുകയും ഇപ്പോൾ ഏതാണ്ട് 40% മുകളിലേക്ക് മുസ്ലിം ജനസംഖ്യ ഉയരുന്നു എന്നതും അതൊരു വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നും ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു. കാരണം തദ്ദേശീയരായ മുസ്ലിങ്ങളുടെ ജനസംഖ്യ അല്ല പ്രശ്നമാകുന്നത്, മറിച്ച് അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം വ്യാപിക്കുകയാണ്. അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ചില സ്ഥാപനങ്ങൾ, സർവകലാശാലയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കാൻ ശ്രമിക്കുന്നത്. അതിന് കൃത്യമായ ക്ലിയറൻസ് ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാലത്തെ പോലുള്ള പരിപാടികൾ നടക്കില്ല എന്ന സന്ദേശമാണ് ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. അസമിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ സർവകലാശാല ആരംഭിക്കാനുള്ള കേരള നീക്കത്തിന് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാതെ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.